അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വേറൊന്നുമല്ല, ഒരു നാടൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, പച്ചക്ക, ചക്കക്കുരു, ചെമ്മീനും ഇട്ടിട്ടുള്ള ഒരു തേങ്ങാച്ചാറ്. ഇതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുമായിരിക്കും ഈ റെസിപ്പി, എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്തണേണ്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം. മെയിനായിട്ട് വേണ്ടത് ചക്കക്കുരു, ചെമ്മീൻ, പച്ചക്ക, പിന്നെ തേങ്ങ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ നമ്മൾ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉണ്ട പുളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയാണ് കറിക്ക്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, വേപ്പില താളിക്കാൻ എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ താളിക്കുന്നതിന് വേണ്ടി വറ്റൽമുളകും കടുകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് എങ്ങനെയാണ് ഈ കറിയെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ ചക്കക്കുരു, പച്ചക്കയും ചെമ്മീനും കൂടി ഇട്ടിട്ട് ഒന്ന് ചട്ടിയിലിട്ട് വേവിച്ചെടുക്കാനാണ് പോണത്. ചെമ്മീനും ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ് വേവിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാനൊരു സ്വല്പം മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയാണ്. വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരുവിന് നല്ല വേവുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിലൊന്നും അല്ല ഇട്ടേക്കണത്, ചട്ടിയിൽ തന്നെ ഇട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായി അടച്ച് വെക്കാം. അപ്പം മിക്സിയിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ കറി എന്തായെന്നൊന്ന് നോക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫുൾ വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ ഈ സമയം നോക്കിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ വേറെ പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇൻ കേസ് ഇനി തക്കാളി മതി, പുളി വേണ്ടാന്നുണ്ടെങ്കിൽ പുളി സ്കിപ്പ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പം നമ്മുടെ തക്കാളി എല്ലാം ഒരുമാതിരി വെന്തിട്ടുണ്ട്. ചക്കക്കുരു, പച്ചക്ക, ചെമ്മീൻ എല്ലാം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് കലക്കി കൊടുക്കാം. നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
നമുക്ക് കുറച്ച് പുളി ഒഴിക്കാം. ആവശ്യത്തിന് പുളി നോക്കി വേണം ഒഴിക്കാനേ. നമ്മൾ ഓൾറെഡി തക്കാളി ഇട്ടേക്കണമുണ്ട്. പുളി നന്നായിട്ട് നോക്കി ഉപ്പും നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. പിന്നെ കറി നന്നായിട്ടൊന്ന് തിളച്ച് പോകരുത്. ഒരു ചെറിയ നൊര പൊട്ടുമ്പോൾ തന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്യണം. കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കടുകും വറ്റൽമുളകും ഇട്ട് താളിച്ചെടുക്കാം കറി. ഇപ്പോൾ ഒരു നൊര പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറി ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. വേപ്പിലിട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കരിയാതെ നമുക്കത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ അരപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരുവും ചെമ്മീനും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.